കേരളത്തിൽ എമ്പാടും ഈ ഫ്രീ ലിവിങ് അമീബ നമ്മുടെ കുടിവെള്ളത്തിലും കിണറിലെ വെള്ളത്തിലുമുള്ള സാഹചര്യത്തിൽ വെള്ളത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ക്ലോറിനേഷൻ എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ? ഇത് മുഴുവനായിട്ടും 75 ലക്ഷം വീടുകളിലോ 50 ലക്ഷം കിണറുകളിലോ ആരോഗ്യ പ്രവർത്തകർ യഥാസമയം ആഴ്ചയിൽ 1-2 തവണ ചെയ്യുക എന്നുള്ളത് തീർത്തും പ്രാവർത്തികമല്ലാത്തൊരു കാര്യം. ഒരു കാലഘട്ടത്തിൽ അമീബ ഇവിടെ പ്രിവാലൻ്റ് ആയിരിക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അസുഖമാണ്. അതുപോലെ തന്നെ അതിനെ ക്ലോറിനേറ്റ് ചെയ്യുമ്പം ഇതര അസുഖങ്ങളിലേക്ക് ഹെപ്പറ്റൈറ്റിസ് എയും എല്ലാം എണ്ണത്തിൽ കുറഞ്ഞു വരും. അതുകൊണ്ടുണ്ടാകുന്ന മരണങ്ങളും കുറയും. അത് ജനങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സർക്കാർ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരാൾ ബ്ലീച്ചിങ് പൗഡറിന് വേണ്ടി ചോദിച്ചു വരുമ്പോൾ അവർക്ക് ബ്ലീച്ചിങ് പൗഡർ അവൈലബിൾ ആയിരിക്കണം. ആവശ്യത്തിനനുസരിച്ചിട്ട് ആഴ്ചയിൽ 1-2 തവണ ചെയ്യാൻ വേണ്ടത്ര ബ്ലീച്ചിങ് പൗഡർ കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം. രണ്ടാമത്തത്, ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവരെ പഠിപ്പിച്ചു കൊടുക്കാം. അതിന് ചെറിയ വീഡിയോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പ്രാധാന്യമുള്ള കാര്യം, ഇപ്പോൾ ഉള്ള ബ്ലീച്ചിങ് പൗഡറുകളൊക്കെ PHCകളിൽ വലിയ ചാക്കിൽ ഇട്ടിരിക്കുന്നതിന് പകരം ചെറിയ ചെറിയ പാക്കറ്റുകൾ 1/2 കിലോ 1 കിലോ ഉള്ള പാക്കറ്റുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവുകയാണെങ്കിൽ അത് എഫിക്കസി പോകാതെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സുരക്ഷിതത്വം കൊണ്ടുപോയ ആളുകൾ ഉത്തരവാദിത്വത്തോടെ ആയിരിക്കണം അത് വെക്കേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കുക. പലപ്പോഴും ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് പൂപ്പലുള്ള ഇടങ്ങളിൽ ഇടുക, തെന്നി വീഴുന്ന എടുത്ത് കുമ്മായത്തിന് പകരമായിട്ട് ഉപയോഗിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യരുത്. സർക്കാർ ചെയ്യേണ്ടത് ചെറിയ പാക്കറ്റുകളിൽ ആളുകൾക്ക് ബ്ലീച്ചിങ് പൗഡർ കൊടുക്കാൻ സംവിധാനം ഉണ്ടാവാം. അവരുടെ ആവശ്യത്തിനനുസൃതമായി കൊടുക്കാനുള്ള അളവ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഒരു കമ്പയിൻ മോഡിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാറ്റർഡേ സൺഡേ മാത്രം കേരളത്തിലുണ്ടെന്നെല്ലാം കൊടുത്തതുകൊണ്ട് ഫലമില്ല. കാരണം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അതിൻ്റെ ഫലം പോവും. വീണ്ടും പഴയ രോഗാണുക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകരുടെ ചുമലിൽ വെച്ച് കെട്ടേണ്ടുന്ന ഒരു കാര്യമല്ല. അവരുടെ ഒരു പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാനാകും. ഏതൊക്കെ കാര്യങ്ങളിൽ ജനങ്ങൾ വിചാരിച്ചാൽ വളരെ നന്നായി കൊണ്ടുപോകാനാവുമോ അത് അവരെ തന്നെ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സർക്കാർ ഏറ്റെടുക്കണം. അത് ദുരവ്യാപകമായിട്ട് വളരെ ഫലം ചെയ്യും എന്നുള്ളതാണ്. പല രോഗങ്ങൾക്കും അതൊരു പരിഹാരം ആവും.